ഹലോ ഗൈസ്, എല്ലാവർക്കും MF റോസൻടെക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിളക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങളിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീടിപ്പോൾ ഒരു ഫംഗ്ഷനിപ്പോൾ അലങ്കരിക്കാൻ വേണ്ടി പറ്റിയൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു വിളക്ക് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ, നേരെ വീട്ടിലേക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ആവശ്യമുള്ളത് മൂന്നല്ല നമുക്ക് ആവശ്യമുള്ള അത്രയും ഗ്ലാസ്. അതിപ്പോൾ ഞാനിപ്പോൾ 3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. 3 ഒരേപോലുള്ള ഗ്ലാസ്, അതും പ്ലെയിൻ ആയിട്ടുള്ളത്, ഡിസൈനൊന്നും ഇല്ലാത്ത ഗ്ലാസ് എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു 3 ഗ്ലാസ്സിലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം, ഒരു 1/4 ഭാഗം വെള്ളം. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ്സിലും വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇത് ഈ നമ്മുടെ വെള്ളത്തിലോട്ട് കളർ കൊടുക്കേണ്ട ആവശ്യമാണ്. അതായത് നമ്മുടെ വാട്ടർ ലാമ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കളറിൽ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ വാട്ടർ കളർ പോലുള്ള കളറുകൾക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനൊരു കലക്ക് വരിക. അപ്പോൾ നമ്മൾ ഇത് കത്തിച്ചെക്കുന്ന സമയത്ത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നല്ല ക്ലിയർ ആയിട്ട് അതും നല്ല കളറുമായിട്ട് കിട്ടാനായിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് നമ്മുടെ സ്കെച്ച് പെന്നിൻ്റെ ട്യൂബാണ്. അതൊന്ന് നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടൊന്ന് കലക്കി കൊടുക്കാം. കുറച്ച് നേരം നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മുടെ ആ കളറെല്ലാം പിടിച്ച് കിട്ടും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഓറഞ്ച് ഫുഡ് കളറാണ് ഇത്. അപ്പോൾ നമുക്കിത് 1-2 ഡ്രോപ്പ് ഇതിലോട്ടൊന്ന് വീഴ്ത്തി കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ബ്ലൂ ഇങ്കാണ്, നമ്മുടെ മഷിപ്പേനയിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇങ്ക്. അപ്പോൾ അത് നമുക്ക് ഓക്കെ. നമുക്ക് നമ്മുടെ 3 കളർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതേ നമ്മളെല്ലാ കളറും നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോഴേ നമ്മുടെ കളറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത്ര കളർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്ര കളർ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് തീ കത്തി നിൽക്കണ്ടേ, അതിന് നമ്മൾ വെറുതെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ നമ്മുടെ പുറം വശം ആ അടപ്പ് വരുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച് പരന്ന ഭാഗമല്ലേ, അവിടെ നിന്ന് നമുക്ക് 3 സർക്കിളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് 3 എണ്ണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ കത്തി നിൽക്കാനുള്ള നൂല് കയറ്റി എടുക്കാനുള്ള ഹോളാണ്. അപ്പോൾ അതേ നമ്മൾ 3 കഷ്ണം നൂലെടുത്തിട്ടുണ്ട്. നൂല് കിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോട്ടൻ്റെ പഞ്ഞിയോ ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹോളിനകത്തുകൂടെ നമുക്ക് ഇതിനൊന്ന് പുറത്തെടുക്കണം. അതായത് ഒരു 1/4 ഭാഗം പുറത്തെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് താഴോട്ട് ഇട്ടേക്കണം. അതേപോലെ നമുക്ക് 3 നമുക്കൊന്ന് കയറ്റിയെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ 3ലും നൂല് കയറ്റി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിന് നിർത്തി കത്തിക്കണ്ടേ, അതിനായിട്ട് നമ്മുടെ ഈ വിളക്കിലൊക്കെ ഒഴിക്കുന്ന ആ ഒരു എണ്ണ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ 3ലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്ത് ആ ഒരു വലിയ സർക്കിളായിട്ട് മാറണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു തിരി നമുക്ക് ഈ 3ലോട്ടും ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു നൂല് താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഇതിലോട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ നൂല് മുഴുവനായിട്ട് എണ്ണ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മുടെ 3 ഗ്ലാസ്
ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ ആ എണ്ണയിലോട്ട് കുറച്ചൊന്ന് മുക്കി കൊടുത്തായിരുന്നു. മുഴുവനായിട്ട് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ അത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എണ്ണയിലോട്ട് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കാറ്റൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം തോന്നുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇതേപോലെ എത്ര വിളക്ക് വേണമെങ്കിലും നിർമ്മിച്ചെടുത്ത് നമ്മളെ വീട് അലങ്കരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.